ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ചോറും കറികളൊക്കെ ആക്കി ഒരു പൊതിച്ചോറും കൂടെ ഞാൻ കെട്ടിവെച്ച ശേഷം കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. പിന്നെ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു പൊതിച്ചോറാക്കി വെച്ചു. അപ്പോൾ അമ്പാടിയും വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവധിയായല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടുള്ള ചോറാണ് ഞാൻ കെട്ടിവെച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പം അവനും കഴിച്ചോളും. അല്ലാത്തപ്പോൾ സ്കൂളിലൊന്നും ഇങ്ങനെയൊന്നും കൊടുത്തു വിട്ടാൽ അതൊക്കെ ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിപ്പിക്കും. അപ്പോൾ അത് ചോറെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ആയിരുന്നു കറികൾ: പരിപ്പ് കറിയും, പിന്നെ ചമ്മന്തി, പിന്നെ വൻപയർ ചെറിയൊരു മെഴുക്ക് പുരട്ടി, പിന്നെ മുട്ട പൊരിച്ചത്. ഞാൻ അന്നേരം വേഗം പൊരിച്ചതാണ്. അത് പൊതിയൊക്കെ കെട്ടി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പേപ്പറില്ലായിരുന്നു പൊതിയാൻ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് 9:30 10 ആയപ്പോഴത്തേനും ഈ പണികളെല്ലാം തീർത്തിട്ട് ഞാൻ പോയതാണ്. പിന്നെ വന്നിട്ടാണ് ഈ പൊതിച്ചോറ് കെട്ടിവെച്ചത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം തുണി വിരിക്കാൻ വേണ്ടിയിട്ട് അലക്കിയതെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പതിയെ പൊന്നൂൻ്റെ പണികളും ഒക്കെ ഞാനൊന്ന് തിരുമ്മലും കുളിപ്പീരും അങ്ങനെയുള്ള പണികളെല്ലാം ഒന്ന് തീർത്ത ശേഷമാണ് പിന്നെ അടുക്കളയിലേക്കൊന്ന് വന്നത്. അങ്ങനെ അത്രയും ചെയ്ത ശേഷം ഞാനിനി ചൂലും തൂത്തുവാരിയൊക്കെ എടുത്ത് അങ്ങോട്ട് ഇറങ്ങുവാണ്, കളത്തിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1.5 പണിയാണത്. അപ്പോൾ ആഴ്ചയിലൊന്നൊക്കെ തുടയ്ക്കാറുള്ളൂ. വെള്ളമൊക്കെ ഇനിയിപ്പോൾ കുറയാൻ പോവല്ലേ, അതുകൊണ്ട് അങ്ങനെ തുടയ്ക്കലൊക്കെ ഒന്ന് കുറച്ച് വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടത്തില്ല അത്രയൊന്നും തുടയ്ക്കാനും തൂക്കാനും ഒന്നും. അപ്പം തൂത്തിടും, തുടയ്ക്കാനൊന്നും നേരം കിട്ടത്തില്ല. അതുകൊണ്ട് അതൊന്ന് കുറച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു മുറി ഒത്തിരി പൊടിയുണ്ടാവും. ഈ മെത്തയിലൊക്കെ ഒത്തിരി പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പൊടി ഇങ്ങനെ ശ്രദ്ധിച്ചത്. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ മുറിയൊന്ന് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഹാളൊന്ന് തുടച്ച് വിടണം. അപ്പോൾ അത്രയും ജോലികളാണ് ചെയ്യാനുള്ളത്. അത്രയും ചെയ്യുമ്പോഴത്തേക്കും നല്ല മടുക്കും. കാരണം എന്താ വെച്ചാൽ അതുപോലത്തെ വെയിലാണ്. ഈ വെയിലത്ത് നമ്മളിങ്ങനെ പണിയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നല്ല വിയർത്ത് നമ്മളൊരു പരുവാകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോറ് കെട്ടി വെച്ചത്. ചോറ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി ആ പൊതി അഴിച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് പണികളെല്ലാം തീരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 12:30 ആവും. നല്ല മടുപ്പുമാണ് നമുക്ക്. ഈ വെയിലത്തോട്ടൊക്കെ ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാൻ കോഴികളെ വേഗം തുറന്നു വിടുകയാണ്. അപ്പം ഇവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു വിട്ടാൽ പിന്നെ ഭയങ്കര ശല്യമാണ്. അടുക്കള വാതിൽക്കൽ മാറുകയില്ല. അപ്പം കുറച്ച് താമസിച്ചാണ് വിടുന്നതെങ്കിൽ നേരെ അങ്ങ് പറമ്പിൽ കൂടെ ഒക്കെ പൊക്കോളും. കുറച്ച് തീറ്റയൊക്കെ തിന്നിട്ട് അങ്ങ് നേരെ പൊക്കോളും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ അങ്ങ് നിൽപ്പാണ്. അപ്പം നമ്മുടെ തലവെട്ടം കാണുന്നിടത്ത് പിന്നെ അങ്ങ് നിൽപ്പാണ്. ഭയങ്കര ശല്യവും. അപ്പോൾ ഇന്ന് വെയിൽ കണ്ടിട്ട് ഞാൻ പിന്നെ അവരെ അങ്ങ് തുറന്നു വിട്ടു. അത് കഴിഞ്ഞിട്ട് തുണി വിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് തുണി രാവിലെ എടുത്തിട്ടതാണ്. അത് വെയിലാവുന്നതിന് മുമ്പേ ഇട്ടതാണ്, ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്. എന്നാലും കുറേ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വിരിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിൽക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയിലൊരു തുണി ഇട്ടു. എന്നിട്ട് ബാക്കി വിരിക്കാനുണ്ടായിരുന്നതും കൂടി ഉള്ള ഇടയിലൊക്കെ ഒന്ന് വിരിക്കുവാണ്. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർ എനിക്ക് ഒരു ലൈക്ക് തന്നിട്ട് പോകണേ. നിങ്ങൾ 1 മിനിറ്റേ വീഡിയോ കണ്ടുള്ളെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് ഇട്ടിട്ട് പോകണേ. 100 വ്യൂ കിട്ടിയാലും എനിക്ക് 100 ലൈക്കൊന്നും ഇല്ല, 5 6 ലൈക്കൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയായിട്ട് കാണണേ, പ്ലീസ് ഒരു ലൈക്ക് ഇട്ടേക്കണേ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും വീട്ടിൽ ഇരിക്കുന്നവർക്ക് എന്താ ജോലി, എന്താ ഇത്ര മല മറിക്കുന്ന പണി എന്നാണ് അല്ലേ. ഇതെല്ലാം ഒരു താഴെ കിടക്കുന്ന ഒരു മുട്ടുസൂചി എടുത്ത് നമ്മൾ മാറ്റി വെച്ചാലും അതും ഒരു പണി തന്നെയാണല്ലോ. അല്ലെങ്കിൽ ആ മുട്ടുസൂചി അവിടെ കിടന്നിട്ട് ആരുടെയെങ്കിലും കാലേ കൊള്ളുവോ മുറിയുവോ ചെയ്താൽ അത് നമുക്ക് ഏറ്റവും വലിയ പണിയാവുമല്ലേ. അതുകൊണ്ട് ആ മുട്ടുസൂചി ആരുടെയും കാലേ കൊള്ളാതെ നമ്മൾ എടുത്ത് കളയുന്നതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എല്ലാം പണി തന്നെയാണ്. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അത്ര നല്ല സുഖമൊന്നുമല്ല. വീട്ടിലിരിപ്പ് അത്ര നല്ല സുഖമൊന്നുമല്ല. ഇതിലും ഭേദം വല്ല ജോലിക്കും പോകുന്നതാണേന്ന് ഞാൻ എത്രയോ തവണ ഇവിടെ പറയുമെന്നറിയാവോ. ഈ ഒരു ജോലിക്ക് നമുക്ക് കൂലിയില്ല, ഒന്നുമില്ല, നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷേ വെളിയിലൊരു ജോലിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പൈസയെങ്കിലും കിട്ടും.
അപ്പം ഈ വീട്ടിൽ ചെയ്യുന്നത്രയും ജോലി വെളിയിലാരും ഒരിടത്തും ഒരു കമ്പനിയിലും പോയിട്ടും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ജോലിയുണ്ട്, കൂലിയില്ല, അതാണ് കുഴപ്പം. അപ്പോൾ പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന ജോലികൾക്കൊന്നും ഒരു വിലയും ഇല്ലെന്നുള്ളതാണ്. വീട്ടിലിരിക്കുന്നവർക്ക് തന്നെ സുഖമല്ലേ, ജോലിക്ക് പോകുന്നവർക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ, അങ്ങനെ ഒരു വിചാരമാണ് നമ്മുടെ ഒരു സമൂഹത്തിലുള്ളതല്ലേ. പക്ഷേ ഈ വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ഈ ജോലികളൊക്കെ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ അല്ലേ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം ജോലികൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അടുക്കളയിലെ ഒരു പണി ചെയ്ത് തീർക്കാൻ തന്നെ എത്ര സമയമെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ബാക്കി ജോലികൾ, അതിൻ്റെ കൂടെ പിന്നെ വയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിലോ ഒക്കെ എന്തോരം പണികളായിരിക്കും അപ്പോൾ നമുക്കുണ്ടാവുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടി. വീട്ടിലിരിക്കുന്നവർക്ക് എന്താ അമല മറിക്കുന്നതെന്ന് ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറഞ്ഞിതാ ഞാൻ എൻ്റെ കുറേ പണികളെല്ലാം ചെയ്തു. പിന്നെ ഹാള് തുടച്ച് തീരാറായിട്ടുണ്ട്. ഇനി ഹാള് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ മുറി തൂത്തിട്ടിട്ടുണ്ടല്ലോ, അതാണ് തുടയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാ മുറികളും കൂടി തുടയ്ക്കലൊന്നും നടക്കുകയില്ല. അതൊന്നും നമുക്ക് അതിനുള്ള ആരോഗ്യവും കൂടി ഇല്ലെന്നാണ് പറഞ്ഞാൽ, അതാണ് സത്യം. അപ്പം ഇങ്ങനെ കാണുമ്പം സിമ്പിളായിട്ടാണ് ഈ പണികളൊക്കെ തീരുന്നത്. പക്ഷേ അത് ചെയ്യുന്നവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയത്തുള്ളൂ, എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ വൃത്തിയാക്കി ഇടുന്നതെന്ന്. പിന്നെ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വൃത്തിയാക്കി ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാ ഈ മുറി തൂത്തിട്ടിട്ടുണ്ട്, പക്ഷേ തുടയ്ക്കണം ഇനി. അപ്പോൾ ഭയങ്കര ചൂടാണ്. ഷൂ ഒക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷൂവും കഴുകി ബാഗും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെ ചെയ്തു വെച്ചതാണ്, അതൊന്നും വീഡിയോ എടുത്തില്ല. നല്ലൊരു പണിയായിരുന്നു അതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ്, ചൂട് കാരണമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. താങ്ക് യു.